മഞ്ചേശ്വരത്ത് രണ്ടാം ഊഴത്തിനിറങ്ങുന്ന UDF സ്ഥാനാർത്ഥി AKM അഷ്റഫ് ഇത്തവണയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ജനകീയ വിഷയങ്ങളിലെ MLA എന്ന നിലയിലുള്ള തന്റെ സജീവമായ ഇടപെടൽ തനിക്ക് അനുകൂലമായി മാറുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. എല്ലായ്പ്പോഴും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടങ്ങളിലൊന്നാണ് അതിർത്തി മണ്ഡലമായ മഞ്ചേശ്വരത്തേത്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും ഒപ്പം ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും മുൻനിർത്തിയാണ് UDF ഇവിടെ AKM അഷ്റഫിന് രണ്ടാം ഊഴം നൽകിയിരിക്കുന്നത്. MLA എന്ന നിലയിൽ ജനകീയ വിഷയങ്ങളിൽ നടത്തിയ സജീവമായ ഇടപെടലുകൾ തനിക്ക് മണ്ഡലത്തിൽ പൂർവാധികം വലിയ വിജയം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹം. ബുധനാഴ്ച മീഞ്ച പഞ്ചായത്തിലാണ് പ്രധാനമായും AKM അഷ്റഫ് പ്രചരണത്തിനിറങ്ങിയത്. ഓരോ കേന്ദ്രങ്ങളിലും പാർട്ടി പ്രവർത്തകരും ഒപ്പം നാട്ടുകാരും ചേർന്ന് നൽകിയ ഊഷ്മളമായ സ്വീകരണം ഇദ്ദേഹത്തിന് തികഞ്ഞ ആത്മവിശ്വാസം പകരുന്നുണ്ട്. ആ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ 100% UDF അത്യുജ്വല വിജയം നേടി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 8 പഞ്ചായത്ത് UDF നേടിയ റിസൾട്ടായിരുന്നു. 4 ജില്ലാ പഞ്ചായത്തിൽ BJPക്ക് ഉണ്ടായിരുന്ന ഏക സീറ്റ് കൂടി UDF തിരിച്ചുപിടിച്ചു. മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ പ്രവർത്തനങ്ങളിലൂടെയാണ് AKM അഷ്റഫ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. കന്നഡ സാഹിത്യത്തിൽ ബിരുദം നേടിയിട്ടുള്ള അഷ്റഫിന് മലയാളം, തുളു, ഉറുദു, ഇംഗ്ലീഷ് എന്നീ 5 ഭാഷകളും നന്നായി വഴങ്ങും. ഇതെല്ലാം വോട്ടർമാർക്കിടയിൽ ഇദ്ദേഹത്തിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുമെന്നാണ് മുസ്ലിം ലീഗിൻ്റെയും അതോടൊപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെയും വിലയിരുത്തൽ. 2010 മുതൽ 15 വരെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗമായും 2015 മുതൽ 2020 വരെ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ച അനുഭവ സമ്പത്തുമായാണ് 2021 AKM അഷ്റഫ് ആദ്യമായി നിയമസഭയിലേക്ക് എത്തിയത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.